Please like and subscribe. ഒഫീഷ്യലി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കൂടി കത്തി നശിച്ചിട്ടുണ്ട്. സീറ്റൊക്കെ ഫുള്ള് കത്തി നശിച്ചു. കർണാടകയുടെ കാട് കഴിഞ്ഞു. ഇത്രയും അടുത്ത് നമുക്ക് മാഞ്ഞാണ് ഊട്ടി. നമ്മൾ താമസിക്കുന്നത് ഊട്ടി റൂട്ടിലാണ്. മയിലായി പറന്നു ആനേനെ കണ്ടിട്ടില്ല എന്നുള്ള പരാതി ഇതാ തീർത്ത് തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ നമ്മുടെ മസനഗുഡി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കയറാൻ പോകും. അപ്പോൾ അതിന് മുന്നേ വെച്ച് നമ്മുടെ ഇൻട്രോ എടുക്കാൻ വിചാരിച്ചു. നമ്മളിത് ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കയറാൻ പോവാണ്. ബന്ദിപ്പൂർ നേരെ മുതുമല വഴി മസനഗുഡി. അപ്പോൾ ഇതാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതുവരെയുള്ള മൈസൂർ വരെയുള്ള യാത്ര നമ്മൾ എടുത്തിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളിവിടെ കാട് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് അവരൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസ്, അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഇല്ല, നമ്മൾ നേരെ മസനഗുഡിക്കാണ് പോണേ. അപ്പോൾ നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകൾ കണ്ടിട്ട് മസനഗുഡി എത്താം. എന്നിട്ട് മസനഗുഡിയിലത്തെ കാഴ്ചകൾ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒഫീഷ്യലി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കൂടെ ഉണ്ടാവുക. താങ്ക് യു. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു 2 ദിവസം മുന്നേ ഒരു ബസ് കത്തിപ്പോയത് കാഴ്ചയായിരുന്നു. നഞ്ചങ്കോട് കേരള സ്വിഫ്റ്റ് ബസ്. ആ ബസ്സാണിത്. ഫുള്ള് കത്തി നശിച്ചിട്ടുണ്ട്. സീറ്റൊക്കെ ഫുള്ള് കത്തി നശിച്ചിട്ടുണ്ട്. കേരള KSRTC. എൻ്റെ ഫോണിൽ എൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നോക്കിയേ. അക്രമട്ടാ. ഒന്ന് നെഞ്ചങ്കോട് എന്ന് പറഞ്ഞാൽ പാടത്തിൻ്റെ ഈ സൈഡിൽ അടിപൊളി നല്ല കർഷക ഗ്രാമമാണ്. നല്ല അടിപൊളി പാടങ്ങളും സെറ്റപ്പ് സ്ഥലം. പക്ഷെ രാത്രി എന്ത് പറഞ്ഞിട്ടെൻ്റെ കാര്യമല്ലേ. പക്ഷെ ഒരാൾക്ക് അപകടമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഒരാൾക്ക് പോലും മരിച്ചിട്ടില്ല. എല്ലാവരും രക്ഷപ്പെട്ടു. മുതുമല ബന്ദിപ്പൂർ കാട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഒഫീഷ്യലി നമ്മൾ കാട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. കാട്ടിലെ എൻട്രി ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഇവിടെ കാനയുടെയും പശുവിൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഏത് സമയത്തും ആനിമൽ സൈറ്റൊക്കെ പ്രതീക്ഷിക്കൽ മാത്രമല്ല. നമ്മൾ ഉച്ച സമയം അതിൻ്റെ ഏകദേശം. അപ്പോൾ നമുക്ക് അധികം സൈറ്റിംഗ് ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. ബന്ദിപ്പൂരുള്ള സ്റ്റേ ഉണ്ട്. നമ്മൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടില്ലേ, വനധാര എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ അടിപൊളി സ്റ്റേ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ താമസിച്ചിട്ടില്ല. രാത്രി മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റിയ കിടിലൻ, രാത്രി ആയി കഴിഞ്ഞ് പുള്ളിപ്പുലീനെയും ഇതിനൊക്കെ കാണാൻ പറ്റിയ സ്റ്റേ ആണെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അവിടെ കുറേ ഉള്ളിൽ കുറേ കോട്ടേജുകളുണ്ട്. കർണാടകയുടെ കാട് കഴിഞ്ഞു. നമ്മളിതാ തമിഴ്നാടിൻ്റെ മുതുമല ടൈഗറിൻ്റെ വേണ്ട പുലിനെ നമുക്ക് കണ്ടില്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. വേറെ വഴിയൊന്നുമില്ല നമുക്ക് പുലിനെ കാണാൻ. ഇതാണ് മുതുമല ടൈഗർ റിസർവ്. ഇവിടെ നമ്മളിങ്ങനെ മെല്ലെ 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 അരിച്ചരിച്ച് നമുക്ക് പോവാം. ഇവിടെ ചെക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ എന്താ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. മുതുമല ടൈഗർ റിസർവിൻ്റെ കാഴ്ചകൾ. കുറേ ബൈക്കിൻ്റെ ആൾക്കാർ പോകണ്ട കേട്ടോ. വണ്ടികൾ പോകണ്ട. മാനുകളുടെ കൂട്ടം കണ്ടോ ഇവിടെ. ഇതാ അടുത്തുനിന്ന് നമുക്ക് ഇത്രയും അടുത്തുനിന്ന് നമുക്ക് മാന കാണാം. നല്ല കൊമ്പുകളാണ്. കസ്തൂരി മാൻ അടിപൊളി. മസനഗുഡി കാട്ടിലൂടെയായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചനേരമായ കാരണം പ്രത്യേകിച്ച് മാനുകളല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ കാട് മാത്രം, റോഡും കാടും കാണാനുള്ളൊരു ഭംഗിയുണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകും. വേറെ വഴികളൊന്നുമില്ല. നിറച്ച് വണ്ടികൾ. നീലഗിരിയുടെ കവാടം, നീലഗിരിക്കുള്ള സ്റ്റാർട്ടിങ് അതാണ് മസനഗുഡി. ഊട്ടിയിലേക്കുള്ള സ്റ്റാർട്ടിങ് പോയിൻ്റാണ് മസനഗുഡി. ഇവിടെ ഒരു വരുന്നവരോട് പറയും, ഇവിടെ ഒരു കേരള റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതൊരു കേരള റെസ്റ്റോറൻ്റാണ്. ഒരുവിധം കുഴപ്പമില്ലാത്ത നമ്മുടെ സഫാരി ഗാർഡൻ, ഒരുവിധം കേരള ഫുഡൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഇതാണ് ഇവിടെ നിറച്ച് ഡ്രൈവർമാർ നിൽക്കുന്നുണ്ടാവും കേട്ടോ. സഫാരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ ചെന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇവരുടെ വണ്ടിയിൽ പോയിട്ട് കാണാൻ മാത്രമുള്ള സഫാരി ഇവിടെ ഇല്ല. നമ്മുടെ വണ്ടി ഒരു എല്ലാ സ്ഥലത്തേക്ക് എത്തും. മോയാറൊക്കെ നമ്മുടെ വണ്ടി എത്തും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് സിംഗാര റോഡ്, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മോയാർ റൂട്ട്, നേരെ പോയി കഴിഞ്ഞാൽ ഊട്ടി. നമ്മൾ താമസിക്കുന്നത് ഊട്ടി റൂട്ടിലാണ്. നമുക്ക് നേരെ
നമ്മൾ താമസിക്കുന്ന കാടിൻ്റെ ഉള്ളിലേക്കുള്ള സ്റ്റേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. In 600 meters, turn left onto Tamaram Tree Road. മെല്ലെ മെല്ലെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഈ റൂട്ടിലൊന്നും നമ്മളൊരു 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല. 7 മണിക്ക് മുന്നേ നമ്മളിവിടെ തിരിച്ച് റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഗ്രീൻ വാലി എന്നൊരു റിസോർട്ടാണ് എടുത്തുള്ളത്. ഈ വഴിക്ക് ഫുള്ള് റിസോർട്ടുകളാണ്. കണ്ട ഇതാണ് നമ്മുടെ റിസോർട്ട്. നമ്മളെ വെൽക്കം ചെയ്തിട്ടൊരു സിംഹവാലം കുരങ്ങ് ഇരിക്കുന്നുണ്ട്. റിസോർട്ട് നമ്മൾ ഡീസൻ്റായിട്ട് പിന്നെ കാണിക്കാം. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇത് ജസ്റ്റ് ഒന്ന് മോയ റൂട്ടിലൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. മസനഗുഡി വന്നു കഴിഞ്ഞാൽ മോയ റൂട്ട് മസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാലോ. ആ മോയ റൂട്ടിലൊന്ന് കറങ്ങാൻ ഇറങ്ങിയത്. എന്തെങ്കിലുമൊക്കെ ഒരു സൈറ്റിങ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ മോയ റൂട്ടിലൊന്ന് കുറച്ച് ദൂരം പോയി, കുറച്ച് വരില്ല, മോയ അറ്റം വരെ ഡാമിൻ്റെ അവിടെ വരെ പോയിട്ടൊന്ന് നോക്കി നോക്കാം. ഈ പറഞ്ഞ ഉച്ച നേരത്താണ് നമ്മൾ ഇറങ്ങണത്. പ്രത്യേകിച്ചൊന്നും കാണാൻ സാധ്യതയില്ല. എന്നാലും നമ്മുടെ ധൈര്യത്തിൽ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുണ്ടല്ലോ. അവിടെ ഉണ്ട് കാട്ടുപോത്ത്. കളമാനാണോ? അവിടെ എന്തൊരു സാധനം കളമാൻ്റെ അത് കിട്ടില്ല. അവിടെ അറ്റത്തൊരു സാധനം അത് ഇതിൽ കിട്ടാൻ എളുപ്പമല്ല. നമുക്ക് ഈ റോഡിൽ എന്തോ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മാനന്നെ അല്ലേ? മയിലാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ മയിലിനെക്കാട്ട് നല്ല ഭംഗിയുണ്ടല്ലോ. കളറുണ്ട്, നല്ല നീല കളർസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തോ ഒരു കാര്യമായിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കണേ. ഗ്രാമത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ റൂട്ടിലെ എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് പല വീഡിയോയിലും വന്നിട്ട് മറ്റേ കടുവ എന്നെ സ്പോട്ട് ചെയ്തുള്ള സ്ഥലമല്ലേ. ഇവിടെ വന്നിട്ടാണ് കടുവേനെ സ്പോട്ട് ചെയ്തുള്ള സ്ഥലം. കുറേ പേര് വന്നിട്ട് ഇവിടെ കടുവേനെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ജീപ്പ് സഫാരിക്കാരൊക്കെ ഇവിടെ വന്ന് നിർത്തും. ഇവിടെ ചായക്കട ഉണ്ട്, ഇവിടെ ചായ കുടിക്കും, അങ്ങോട്ട് പോകും. അത്ര ഉള്ളു ഇവിടെ. അത് മോയാർ ഗ്രാമമാണത്. നമുക്ക് കുറച്ച് നേരം ഇവിടെ വന്നിട്ട് മോയാർ ഡാമിൻ്റെ കാഴ്ചകളും ഇതൊക്കെ ഒരു 10 മിനിറ്റ് നേരം കാണാം. ഇത്ര ഉള്ളു ഇവിടുത്തെ സഫാരി. ആ കരിക്കുടിക്കേണ്ട ഒരു കരിക്കുടിക്കാം. അവിടെ അപ്പുറത്തേക്കുണ്ട്. അവിടെ കയറ്റി മയിലായി പറന്നുവ മയിൽ. നല്ല അടിപൊളി മയിലല്ലേ. മോയാർ റൂട്ട് കഴിഞ്ഞിട്ട് സിംഗാര റൂട്ട്, മസനഗുഡിയിലെ വേറൊരു റൂട്ടാണ്. അതായത് കാടിൻ്റെ ഒന്ന് മോയാർ റൂട്ട്, ഒന്ന് സിംഗാര റൂട്ട്, പിന്നെ ഒന്ന് ബൊക്കാപുരം, അങ്ങനെ പറയുന്ന കുറച്ച് റൂട്ടുകളാണ് മസനഗുഡിയിൽ ആ കൂടിയുള്ള. അതിലടുത്ത ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ സിംഗാര റൂട്ട് വഴി ഒന്ന് പോകണം. ഇവിടെയും കുറേ ഇഷ്ടംപോലെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പോണ വഴിക്ക്. ഇവിടെ നിന്ന് ഇപ്പം തന്നെ പോണതിൻ്റെ കാരണം കുറച്ച് കഴിഞ്ഞ് ഈ വഴിക്കൊന്നും വണ്ടികൾ സമ്മതിക്കില്ല. 6 മണി 7 മണി കഴിഞ്ഞ് ഇവിടെ ഫുള്ള് ഫോറസ്റ്റുകാർ ഒറ്റ പരിപാടി സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ പറ്റുന്ന സമയത്ത് നമ്മളൊന്ന് കവർ ചെയ്ത് വരാമെന്നുള്ള രീതിയിൽ സിംഗാർ റൂട്ട് കൂടി ഒന്ന് പോയി വരാൻ വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുക. കാണാൻ ഡാം അപ്പുറത്ത് മല കാണാൻ പറ്റുന്നുണ്ട്. അത് കാണാൻ മലയാണ് ഊട്ടി. അവിടെ ഇതിൻ്റെ അപ്പുറത്ത് ഊട്ടിയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റാണിത്. സിംഗാര റൂട്ട് അടിപൊളി റൂട്ടാണ്. സാധാരണ ഇവിടേക്ക് സമയത്ത് ഇഷ്ടംപോലെ സഫാരി വണ്ടികൾ കാണേണ്ടതാണ്. കാരണം എല്ലാവരും മോയാർ റൂട്ട് പെട്ടെന്ന് തീരുന്ന കാരണം ഇത് അവസാനിപ്പിച്ചിട്ട് എല്ലാവരും മോയാർ റൂട്ടിലേക്ക് പോയി തോന്നുന്നുണ്ട്. നമ്മൾ കണ്ടില്ലേ, നമ്മൾ പറഞ്ഞ വഴിക്ക് മോയാർ റൂട്ടിൽ ഇഷ്ടംപോലെ വണ്ടികൾ കണ്ടിരുന്നില്ലേ. സിംഗാർ റൂട്ട് അവസാനിപ്പിച്ചിട്ട് എല്ലാവരും മോയാർ റൂട്ട് പോയി തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഈ സിംഹവാലം കുരങ്ങുകളാണ്. സിംഹവാലം തന്നെയല്ലേ ഇത്? ലങ്കൂർ അങ്ങനത്തെ പറഞ്ഞ സിംഹവാലം കുരങ്ങ് തന്നെയാണ്. സ്ലോഗികൾ വേണ്ട. അറ്റത്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല ക്യാമറയിൽ. അറ്റം വരെ പോയിട്ട് വരാം. അവിടെ എടുത്തോ, അവിടെ പോയി തിരിച്ചു വരാം. ഇത് ഞാൻ പറയാറില്ലേ, റിവർ വാലി റിസോർട്ട്. നമ്മളെല്ലാ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാറ്. ഇപ്രാവശ്യം ഇവിടെ റൂം കിട്ടിയില്ല. ഇതിൻ്റെ ഉള്ളിലേക്കൊണ്ട് പോയിട്ട് നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. കാരണം ഫുൾ കാട്, ഫുള്ള് കാടാണ്. അതിൻ്റെ ഉള്ളിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ശരിക്കും ഒരു കിടിലൻ പ്രോപ്പർട്ടി ആയിരുന്നു. നമുക്ക് ജസ്റ്റ് മിസ്സായി. നമ്മൾ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് കിട്ടിയാണ്. നമ്മൾ പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആണല്ലോ നമ്മുടെ എല്ലാ പ്ലാനിങ്ങുകളും ഉണ്ടാവുക. അതുകൊണ്ട് പിന്നെ മിസ്സായി പോയതാണ്.
അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഭയങ്കര അടിപൊളി, ആംബിയൻസ് അടിപൊളിയാണ്. അവിടെ ഇതാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടേക്ക് രാത്രി ആയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ആനിമലിനെ സ്പോട്ട് ചെയ്യാം. ആനയൊക്കെ സ്ഥിരം ഇവിടെ വരണതാണ്. അവിടെ പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് ഒന്ന് വീണ്ടും കാട്ടിലേക്കൂടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാം കേട്ടോ. ഇതാണ് കാലത്ത് എന്നിട്ടുള്ള പുകയൊക്കെ പോകണം. വയന്ന് തണുത്തിട്ട് രക്ഷയില്ല. ഇതാണ് നമ്മുടെ റിസോർട്ട് നമ്മൾ താമസിച്ചത്. ഈ ഒരു ഹട്ടിലാണ് നമ്മൾ താമസിച്ചതല്ലേ. അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്, കുറേ ബൈക്കേഴ്സിൻ്റെ ഒക്കെ ഉണ്ട്. നമ്മൾ കാലത്ത് തന്നെ ഒന്ന് മോയാർ റൂട്ടൊക്കെ ഒന്ന് പോയി നോക്കാൻ വെച്ചിട്ട് അത്ര രക്ഷയില്ല. തണുത്തിട്ട് ഒന്ന് പോയി നോക്കാൻ വെച്ചിട്ട് ഇറങ്ങിയതാ. ഓ വണ്ടിയുടെ ഉള്ളിൽ നോക്കിയൊക്കെ ചില്ലൊക്കെ നോക്കി. ഓക്കെ പോയി നോക്കിത്തരാം. റിസോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതാ. അവിടെയൊക്കെ വഴിയിൽ കണ്ടത്തിനടുത്ത് മാനുകൾ നിൽക്കണണ്ട, ഓടണണ്ട മാനുകൾ. ആ തണുപ്പ് കാരണം അടുത്തേക്ക് ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്യും. ഇവിടെയൊക്കെ നമുക്ക് കാടല്ല, നമുക്ക് അടുത്തിറങ്ങി ഷൂട്ട് ചെയ്യാം. പക്ഷെ തണുപ്പ് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒന്നും കിട്ടില്ല, എന്തായാലും പോയി നോക്കാം. ഉറങ്ങി എഴുന്നേറ്റിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് സ്റ്റോപ്പ് ചെയ്യണ്ട. നമ്മളിവിടെ നിർത്തിയപ്പോൾ ഒരു മയിലിനെ റോഡ് സൈഡിൽ കണ്ട്. നല്ല അടിപൊളി ഒരു മയിൽ റോഡ് സൈഡിൽ. അതിന് പേടിയില്ല ഇങ്ങനെ റോട്ടിൽ. നമ്മൾ ഇന്നലെ വന്ന മോയാറിലേക്ക് ഇന്ന് കാലത്ത് വന്നേക്കണ്ട. ഇവിടെ ഇവിടെ ഇപ്പം കണ്ട എത്ര വണ്ടികൾ. ഇന്നലെ നമ്മൾ ഒരു ഒറ്റ വണ്ടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കിയാൽ എത്ര വണ്ടികൾ നോക്കിയാൽ, സഫാരി വണ്ടികളാണ് നോക്കിയാൽ. എത്ര ആൾക്കാരാ. കാപുരം നമ്മൾ ഇന്നലെ പോവാത്തൊരു റൂട്ട്, കാപുരം റൂട്ട്. ഇതും ഈ സഫാരിക്കാർ പോകുന്ന ഒരു റൂട്ടുകളിൽ ഒന്നാണ്. കാട് പോലെ കാടിൻ്റെ ഉള്ളിലേക്ക് ഈ റൂട്ട് ഒന്ന് നോക്കി നോക്കാം. സഫാരിക്കാർ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ഇവിടെ എന്നാ കാണിക്കണേ? നമുക്ക് മാത്രമേ കാണാൻ പറ്റാതെ. രസമല്ലേ, നല്ല വേറെ ഒന്നും വേണ്ട. മല ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ തന്നെ ഒരു രസമല്ലേ. നമ്മളിതാ മസനഗുഡിയോട് ഒരു ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് വിട പറയുകയാണ്. അപ്പം നമ്മുടെ മസനഗുഡി ട്രിപ്പ് ഏകദേശം വൈൻഡപ്പായി. അപ്പം ഇനി ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം. പോണ വഴിക്ക് വല്ല ബന്ദിപ്പൂര മുതുമലയിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാം. എന്തായാലും നമ്മൾ ഒഫീഷ്യലി നമ്മുടെ വ്ളോഗിങ് പരിപാടി ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. തെറ്റാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ട്രിപ്പ് അവസാനിപ്പിക്കാം. താങ്ക് യു. നമ്മൾ മസനഗുഡി ടൗൺ കഴിഞ്ഞു. ഓക്കെ, ബൈക്ക് റൈഡേഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുമിച്ച് വരാൻ തോന്നുന്നുണ്ട്. നല്ല അടിപൊളി റൈഡേഴ്സ്. മസനഗുഡി കാട് കഴിഞ്ഞിതാ ബന്ദിപ്പൂർ മുതുമലയിലേക്ക് എത്താൻ പോവാണ്. അപ്പം മസനഗുഡി ഊട്ടി വഴി മസനഗുഡി ആ പരിപാടി കഴിഞ്ഞാൽ നമ്മളിതാ മുതുമലയ്ക്ക് എത്തി. ആൾക്കാർ നിർത്തിയിട്ടുണ്ടല്ലോ, ഫോറസ്റ്റുകാരൊക്കെ നോക്കില്ല. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി എക്സിറ്റ് അടിക്കുന്നു മസനഗുഡിയിൽ നിന്ന്. ഈ പാലപ്പണി കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ വഴിക്ക് പോയി. ഇപ്പോൾ ഈ പാലപ്പണി പാലം ചെറുതാ, അങ്ങനെ പണിയാണ്. ഫോട്ടോ ഒക്കെ ശരിക്കും എടുക്കുക. എന്നെ ശരിക്കും ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആൾക്ക്, എടുക്കാൻ അറിയുന്ന ആൾക്കാർക്ക് എടുക്കുന്ന
ഇതൊക്കെ അടിപൊളി സ്ഥലമാണത്. സൂര്യൻ നോക്കി, ആഹാ കണ്ണിക്ക് അടിച്ച് കയറുന്നുണ്ട്. ഈ രണ്ട് സൈഡിലെ കാട് നോക്കിയേ. ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലുള്ള കാടല്ലേ. ഇവിടെ എന്തൊക്കെയോ ഇടിച്ച് നിരത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, അവർ വെറുതെ ഇതാക്കിയതാ. മാനുകൾ ബന്ദിപ്പൂരിന്റെ ഈ വഴിക്കോട്ടുള്ള തെറ്റി കുറെ ആൾക്കാർക്ക് തെറ്റുന്നത്. വൺ വേണ് ശരിക്കും. ഇത്ര അടുത്ത് ഇത്ര അധികം ആനകളെ, ആനേനെ കണ്ടിട്ടില്ല എന്നുള്ള പരാതി ഇതാ തീർത്ത് തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല. ഇതാ റോട്ടിൽ ഒരു നിൽക്കണണ്ട, എത്ര ആനകളാ നമുക്ക്. 1 2 3 4 5 ആന. 1 2 3 4 5. ആഹാ, ഞാനേനെ കണ്ടിട്ടില്ല എന്നൊരാളും പരാതി പറയുന്നു. അതൊരു സംഭവമായിട്ടാ. അലമ്പാക്കടാ. Bro, please don't do this. Just give some respect, bro. Okay. Okay. മോളായി ഇതാണ് ഇവിടെ മാനുണ്ട് കേട്ടാ. ഇവിടെ ഒരു മാൻ. സ്ലോ സ്ലോ സ്ലോ. മാനുകുട്ടി. അയ്യോ, അതിൻ്റെ ഇടയിൽ ഒരു മാനുകുട്ടിയുണ്ട്. അയ്യോ. ഓക്കെ, ഇവിടെ റോട്ടിലൊരു മാൻ നിൽക്കുന്നുണ്ട് കേട്ടാ. റോട്ടിൽ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന മാൻ. ഏകദേശം ഫോറസ്റ്റൊക്കെ കഴിഞ്ഞു തുടങ്ങി. അങ്ങോട്ട് പോണ വണ്ടികളിലും ഫുള്ള് പ്രതീക്ഷയുള്ള ആൾക്കാരായിരിക്കും. എന്തെങ്കിലും കാണാൻ പറ്റും, സൈറ്റിങ് കാണാൻ പറ്റുന്ന പ്രതീക്ഷയുള്ള ആൾക്കാരായിരിക്കും. ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരെ വിഷമിച്ചുകൊണ്ടായിരിക്കും പോകുന്നുണ്ടാവും, കഴിഞ്ഞില്ലേ എന്നുള്ളത്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഏകദേശം കഴിയാറായി. നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റും കഴിഞ്ഞു.